ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് കുറേ ക്വസ്റ്റ്യൻസാണ് സസ്യങ്ങളെക്കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗൃഹപ്രവേശനത്തിന് ഏറ്റവും മികച്ച സസ്യങ്ങൾ ഏത്? അതിൻ്റെ ആൻസർ പറയുന്നത് ബേസിൽ, ജാസ്മിൻ, മോർണിംഗ് ഗ്ലോറി, മണി പ്ലാന്റ്, സിട്രസ് ട്രീ എന്നിവ. ഇത് നിങ്ങളുടെ വീടിൻ്റെ പ്രവേശന കവാടത്തിന് ഏറ്റവും മികച്ച സസ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വീട്ടിലെ സസ്യങ്ങൾ വാസ്തുവിനെ എങ്ങനെ ബാധിക്കുന്നു? സസ്യങ്ങൾ പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നു, വായു ശുദ്ധീകരിക്കുന്നു, വായു തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു യോജിപ്പുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലിവിംഗ് റൂമുകൾക്ക് ഏറ്റവും മികച്ച സസ്യങ്ങൾ ഏതാണ്? ആന്തൂറിയം, പീസ് ലില്ലി, സ്നേക്ക് പ്ലാന്റ്, സെഡ് പ്ലാന്റ്, പോത്തോസ് എന്നിവയാണ് സ്വീകരണ മുറിയിലെ മികച്ച സസ്യങ്ങൾ. അടുത്തത്, വീടിനുള്ള ചെടികൾ കിടപ്പുമുറിയിൽ സൂക്ഷിക്കാമോ? കിടപ്പുമുറിയിൽ വളരെയധികം ചെടികൾ സൂക്ഷിക്കരുതെന്നാണ് പൊതുവെ ഉപദേശിക്കുന്നത്. എന്നിരുന്നാലും ജാസ്മിൻ, ലാവൻഡർ, ബാംബു, പീസ് ലില്ലി തുടങ്ങിയ ചെടികൾ കിടപ്പുമുറികൾക്കായി അംഗീകരിച്ച ചില സസ്യങ്ങളാണ്. അടുത്തത്, കറ്റാർ വാഴ വീടിന് നല്ലൊരു ചെടിയാണോ? നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും പോസിറ്റീവ് എനർജി നൽകാനും കഴിയുന്ന വായു ശുദ്ധീകരണ ഗുണങ്ങളുള്ള ഏറ്റവും പ്രശസ്തമായ സസ്യങ്ങളിലൊന്നാണ് കറ്റാർ വാഴ. പാമ്പ് ചെടി ചെടിയാണോ? വാസ്തുപ്രകാരം പാമ്പ് പ്ലാന്റ് വീടുകൾക്ക് അനുയോജ്യമായ തിരഞ്ഞെടുപ്പാണ്. ഈ ചെടി വായുവിൽ നിന്ന് വിഷവസ്തുക്കളെ വലിച്ചെടുത്ത് ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് നല്ല ആരോഗ്യം ഉറപ്പാക്കുന്നു. അടുത്തത്, ഓർക്കിഡ് ചെടി വീട്ടിൽ എവിടെ സൂക്ഷിക്കണം? ഓർക്കിഡ് ഭാഗ്യസസ്യമായാണ് കണക്കാക്കുന്നത്. സമൃദ്ധിയും പോസിറ്റിവിറ്റിയും ഭാഗ്യവും കൊണ്ടുവരാൻ മുറിയുടെ തെക്കു പടിഞ്ഞാറൻ ദിശയിലായിരിക്കണം അതിൻ്റെ സ്ഥാനം. വാസ്തുവിൽ മുല്ലപ്പൂവിനെ ഒരു പ്രധാന സസ്യമായി കണക്കാക്കുന്നുണ്ടോ? അതെ, ശാസ്ത്ര തത്വങ്ങൾ അനുസരിച്ച് മുല്ലപ്പൂവ് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഇത് പോസിറ്റീവ് എനർജി ആകർഷിക്കുമെന്നും ഒരു ബന്ധത്തിൽ സ്നേഹം പ്രോത്സാഹിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. അടുത്തത്, വാസ്തുപ്രകാരം റബ്ബർ ചെടികൾ എവിടെ സൂക്ഷിക്കണം? സാമ്പത്തിക അഭിവൃദ്ധി, സമ്പത്ത്, വാണിജ്യ വിജയം എന്നിവ ആകർഷിക്കുന്നതിനായി വീടിൻ്റെ തെക്ക് കിഴക്ക് ദിശയിൽ ഒരു റബ്ബർ പ്ലാന്റ് സ്ഥാപിക്കണം. വാസ്തുപ്രകാരം വീടിന് നല്ലതല്ലാത്ത ചെടികൾ ഏതാണ്? ബോൺസായി, പരുത്തിച്ചെടികൾ, പുളി, കരയുന്ന അത്തിപ്പഴം, ചത്ത ചെടികൾ എന്നിവ വീട്ടിൽ നിർഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാസ്തുപ്രകാരം ഏത് ചെടിയാണ് ബാൽക്കണിക്ക് നല്ലത്? തുളസി, മണി പ്ലാന്റ്, ഡ്രാക്കീന, കറ്റാർ വാഴ, പുതിന, ജേഡ്, പീസ് ലില്ലി എന്നിവ ബാൽക്കണിയിൽ സ്ഥാപിക്കുന്നത് ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു. എനിക്ക് പരുത്തിച്ചെടി ചെടിയായി സൂക്ഷിക്കാമോ? പരുത്തിച്ചെടി വീട്ടിൽ വയ്ക്കരുതെന്നാണ് ശാസ്ത്രം. കാരണം ഇത് വീടിനുള്ള വലിയ ചെടിയല്ല. വീടിനുള്ളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ പ്രതികൂല സാഹചര്യങ്ങളും നിർഭാഗ്യങ്ങളും കൊണ്ടുവരും. ഔഷധ ഗുണമുള്ള ചെടികൾ വീട്ടിലുണ്ടോ? തുളസി, കറ്റാർ വാഴ, ഗോതകാലു, കലണ്ടുല, തുളസി, കാശിത്തുമ്പ, റോസ്മേരി, ലാവൻഡർ, ഉലുവ, മുനി, തുളസി, നാരങ്ങബാം, ഗ്ലോബ്, ആർട്ടിക്കോക്ക്, ലെമൺ ഗ്രാസ്, അശ്വഗന്ധ, ഗുസ് തുടങ്ങിയ ഔഷധ ഗുണങ്ങളുള്ള ധാരാളം സസ്യങ്ങൾ വീടിനുണ്ട്. അടുത്തത്, ജമന്തി ചെടികൾ വീടിനുള്ള ശരിയായ ദിശ ഏതാണ്? ജമന്തിയുടെ ശരിയായ ദിശകൾ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയാണ്. ഈ ദിശ വീട്ടിൽ പോസിറ്റീവ് എനർജിയും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. ഏത് സസ്യങ്ങളാണ് വീട്ടിൽ പണം ആകർഷിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലെ പണം ആകർഷിക്കുന്ന ചെടികളിൽ മണി പ്ലാന്റും ഷാമി പ്ലാന്റും ഉൾപ്പെടുന്നു.
24 മണിക്കൂറും ഓക്സിജൻ നൽകുന്ന സസ്യം ഏതാണ്? വേപ്പുമരം. വീടിനുള്ള ഏത് വാസ്തുചെടികളാണ് നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യുന്നത്? പാമ്പ് ചെടികൾ, അതായത് സ്നേക്ക് പ്ലാന്റ്, മണി പ്ലാന്റ്, ലക്കി ബാമ്പു, ജാസ്മിൻ ചെടികൾ എന്നിവയുൾപ്പെടെ വീട്ടിൽ നിന്ന് നെഗറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന നിരവധി ഇൻഡോർ സസ്യങ്ങളുണ്ട്. അടുത്തത്, 2 തുളസി ചെടികൾ വീട്ടിൽ സൂക്ഷിക്കാമോ? ഇല്ല. വാസ്തുപ്രകാരം വീട്ടിലെ ചെടികൾക്ക് നിങ്ങൾ വീട്ടിൽ 2 തുളസി ചെടികൾ സൂക്ഷിക്കരുത്. എന്നിരുന്നാലും നിങ്ങൾ അവയെ 1, 3, 5 പോലെ ഒറ്റ സംഖ്യകളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് നല്ലത്. വീടിനുള്ള ഏത് വാസ്തുചെടിയാണ് കിടപ്പു മുറികൾക്ക് ഭാഗ്യമായി കണക്കാക്കുന്നത്? ലാവൻഡർ ചെടി വൃത്തിയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമാണ്. അതിൻ്റെ സുഗന്ധം ആന്തരിക സമാധാനം സൃഷ്ടിക്കുന്നു. അതിനാൽ കിടപ്പുമുറിയിൽ വിശ്രമിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇത് അറിയപ്പെടുന്നു. മുള, ജാസ്മിൻ, പാമ്പ്, പീസ് ലില്ലി എന്നിവയാണ് കിടപ്പുമുറികൾക്കുള്ള മറ്റ് ചില വാസ്തുസസ്യങ്ങൾ. വാസ്തുപ്രകാരം വീട്ടിൽ ചെടികൾ ഏതെങ്കിലും ദിശയിൽ വയ്ക്കാമോ? വാസ്തുപ്രകാരം വ്യത്യസ്ത സസ്യങ്ങൾ വ്യത്യസ്ത ദിശകളിലേക്ക് ശുപാർശ ചെയ്യുന്നു. ഉദാഹരണത്തിന്, മണി പ്ലാന്റ് വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശയിലും വിശുദ്ധ തുളസി വടക്ക് കിഴക്ക് ദിശയിലും ശുപാർശ ചെയ്യുന്നു. വാസ്തുപ്രകാരം പൂക്കുന്ന ചെടികൾ വീട്ടിൽ സൂക്ഷിക്കാമോ? അതെ. മുല്ല, താമര തുടങ്ങിയ ചെടികൾ വാസ്തുപ്രകാരം അനുകൂലമായതിനാൽ വീടിനുള്ളിൽ വയ്ക്കാവുന്നതാണ്. അടുത്തത്, വാസ്തുവിൽ കൃത്രിമ സസ്യങ്ങൾ ശുപാർശ ചെയ്യുന്നുണ്ടോ അതോ അവ യഥാർത്ഥമായിരിക്കും? വാസ്തു പ്രകൃതിദത്ത മൂലകങ്ങളുടെ സാന്നിധ്യം ഊന്നിപ്പറയുന്നു. അതിനാൽ യഥാർത്ഥ സസ്യങ്ങൾ സാധാരണയായി കൃത്രിമ സസ്യങ്ങളെക്കാൾ മുൻഗണന നൽകുന്നു. അടുത്തത്, വാസ്തുപ്രകാരം ഞാൻ എന്ത് പരിപാലന രീതികളാണ് സസ്യങ്ങൾക്കായി പിന്തുടരേണ്ടത്? പോസിറ്റീവ് എനർജി ഫ്ലോ നിലനിർത്താൻ വാസ്തുപ്രകാരം പതിവായി നനവ്, അരിവാൾ ചെടികൾ ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായി നിലനിർത്തുന്നതാണ് നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ബായ്.